ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു ഫ്രോക്കിൽ അളവെടുത്തിട്ട് നമുക്കൊരു ഫ്രോക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ ചെയ്തെടുക്കേണ്ട ഫ്രോക്ക് സ്ട്രാപ്പുള്ള ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് അളവിന് തന്നത് സാധാ സ്ലീവുള്ള ഫ്രോക്കാണ്. അപ്പോൾ അതൊന്ന് അളവെടുത്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ടേബിളിൻ്റെ മുകളിൽ ഫ്രോക്ക് നിവർത്തിയിട്ടിട്ട് ആദ്യം നമ്മൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. ആദ്യം ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുക, എന്നിട്ട് ഒരു നോട്ട്ബുക്കിലേക്ക് അത് എഴുതി വെക്കുക. ഇനി അടുത്തതായിട്ട് അതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം, അതുപോലെ സീറ്റ്, ഇതെല്ലാം നമ്മൾ നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ ആം ഹോളാണ് ഇനി അടുത്തത് നമ്മൾ അളവ് നോക്കുന്നത്. ആം ഹോൾ ഇതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ടാപ്പ് വെച്ചിട്ട് നോക്കിയാൽ അതിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് കിട്ടും. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഷോൾഡറാണ് നോക്കുന്നത്. ഷോൾഡർ, പിന്നെ അത് മടക്കി വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ നെക്കിൻ്റെ വൈഡും നോക്കുന്നത്. ഇവിടെ വെച്ചിട്ട് ടാപ്പ് വെച്ചിട്ട് വൈഡ് നോക്കുക. അടുത്തതായിട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്താണ് എടുക്കേണ്ടത്, അതെടുക്കുക. ഇത് സ്ട്രാപ്പ് വെച്ചിട്ടുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് വേണം ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാൻ. 3.5 ഇഞ്ചാണ് സ്ട്രാപ്പിൻ്റെ ലെങ്ത്തായിട്ട് വരുന്നത്. അതിൻ്റെ ബാക്കി ഇതിൽ മാർക്ക് ചെയ്തെടുക്കുക. പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ടും കൊടുക്കുക. അടുത്തതായിട്ട് ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ആം ഹോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസ് ആയിട്ടിട്ട് കൊടുക്കുന്നതാണ്. സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തത്. അതുപോലെ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഫ്രോക്കിന്ന് അളവെടുത്തിട്ടുള്ളത് 11.5 അപ്പോൾ അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ വേസ്റ്റും നമ്മൾ ഫ്രോക്കിൽ അളന്നെടുത്തിട്ടുള്ളതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സീം അലവൻസ് 1 ഇഞ്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഷേപ്പ് ചെയ്തിട്ട് വരച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ സൈഡ് ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതേ ഷേപ്പിൽ വരച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടുമാണ് ഇത്. നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്കുള്ള സ്ട്രാപ്പ് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ്, വിഡ്ത്ത് 2 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ 2 സ്ട്രാപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 13 പ്ലസ് 1.5 ഇഞ്ചാണ്. മടക്കി തയ്ക്കാനും 1 ഇഞ്ചും മുകളിൽ 1/2 ഇഞ്ചുമായിട്ട് 1.5 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് ആയിട്ട് ഇത് എടുത്തിട്ടുള്ളത്. ഇത് അരവണ്ണത്തിൻ്റെ 3 ഇരട്ടി, അതായത് അരവണ്ണം എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള അളവിൻ്റെ 3 ഇരട്ടിയായിട്ടാണ് നമ്മളിത് ക്ലോത്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്ട്രാപ്പിലേക്ക് ഫ്രില്ലിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് എടുത്തതാണ്. ഇതിൻ്റെ വീതി 2 ഇഞ്ചാണ്. എന്നിട്ടൊരു വശം നമുക്ക് മടക്കി തയ്ക്കണം. തയ്ക്കാത്ത വശം ഇവിടെ വെച്ചിട്ട് നമ്മൾ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മളിതാ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലോട്ടാക്കിയിട്ട് ബാക്കിയുള്ള പീസ് നമ്മളിതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു സ്ട്രാപ്പിൻ്റെത് മടക്കി വെക്കുക. ആ പ്ലീറ്റ് ഉള്ളിലായ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടി വീഴാത്ത വിധത്തിൽ ഇങ്ങനെ ഈ പ്ലീറ്റ് ഉള്ളിലേക്കാക്കി വെച്ചിട്ട് ഇത് മടക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി സ്ട്രെയിറ്റായിട്ട് ഇട്ട് കൊടുക്കുക.
നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രില്ലിട്ടത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വലിച്ചിട്ട് മറിച്ചെടുക്കുക. ഇതുപോലെ തന്നെ 2 സ്ട്രാപ്പും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്ട്രാപ്പ് റെഡിയാക്കിയെടുത്ത് ഇനി ഇത് നമ്മൾ ബോഡി പാർട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ബോഡി പാർട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ പീസ് തന്നെയാണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊരു ഷോളായിരുന്നു, അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഇതിൻ്റെ സെയിം പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ നോച്ചിട്ട് എടുത്തുനിന്ന് നെക്ക് വൈഡ് മാർക്ക് ചെയ്യുക. നെക്ക് വൈഡ് മാർക്ക് ചെയ്യുമ്പോൾ 2 സൈഡിലും 2 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 4 ഇഞ്ചാണ് നെക്ക് വൈഡ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ഈ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് പീസ് വെച്ചിട്ട് നമ്മൾ ഈ ആം ഹോളും ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിലൂടെ നമ്മളിങ്ങനെ 4 ഇഞ്ച് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് മറിച്ചിടുകയാണ് വേണ്ടത്. ഇത് ഇങ്ങോട്ടേക്ക് നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് അടുത്ത സൈഡും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോഴും നെക്ക് വൈഡ് മാർക്ക് ചെയ്യുക 2 ഭാഗത്തും. എന്നിട്ട് നമ്മുടെ സ്ട്രാപ്പ് ഈ ഒരു ഭാഗത്ത് വെച്ചെടുത്തിട്ട് ആദ്യം ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ താഴെ വെക്കുമ്പോൾ ലൈനിങ് ആണേ താഴെ വെക്കേണ്ടത്. അതിൻ്റെ മുകളിലായിട്ടാണ് നല്ല പാർട്ട് വെക്കേണ്ടത്. ഇതിൻ്റെ മുകളിലായിട്ട് നല്ല പാർട്ട് വെച്ചിട്ട് നേരത്തെ സ്റ്റിച്ച് അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനും പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ചെസ്റ്റ് വേസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാത്തിനും ചുരിദാറിനൊക്കെ ചെയ്യും പോലെ തന്നെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചെസ്റ്റ് സെൻറ്റർ ഭാഗത്തേക്ക് ചെസ്റ്റ് 5.25 വരുന്ന വിധത്തിൽ ടാപ്പ് വെച്ചിട്ട് 2 സൈഡും മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെയാണ് വേസ്റ്റും നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. 5.5 സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ ടാപ്പ് വെച്ചിട്ട് 2 ഭാഗത്തും മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഷേപ്പ് വരച്ചെടുക്കുക. അപ്പോൾ ഇതിന് ഒരു ബോ റെഡിയാക്കിയെടുക്കുക. ബാക്കിൽ കെട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോ 2 ബോ റെഡിയാക്കിയെടുക്കണം. ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട് 2 ബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉൾഭാഗത്തേക്ക് പിൻ ചെയ്യുകയാണെങ്കിൽ പിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സുഖം ഉണ്ടായിരിക്കും. ഇനി ബോ ഉള്ളിൽ വശത്താക്കിയിട്ട് ശ്രദ്ധിക്കുക. ബോ ഉള്ളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 പീസിൻ്റെ ഇടയിലായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ബോ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്കേർട്ട് പാർട്ടും കൂടിയാണ് നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ 2 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് താഴ് ഭാഗം മടക്കി തയ്ക്കുക. ഈ സ്കേർട്ട് പാർട്ടിനെ നമ്മൾ 4 മടക്കി വെച്ചിട്ട് നോച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് ബോഡി പാർട്ടിലേക്ക് നമുക്ക് പ്ലീറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 4 നോച്ചിട്ട് കൊടുത്തിട്ടില്ലേ, അത് നമ്മളിത് കൂട്ടിയടിച്ചതിൻ്റെ സൈഡ് ഭാഗം ബോഡി പാർട്ടിൻ്റെ സൈഡ് ഭാഗവും ഒപ്പായിരിക്കണേ വെക്കേണ്ടത്. എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇങ്ങനെ ഈ 4 വശം ഇങ്ങനെ പിൻ ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് പതുക്കെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ പ്ലീറ്റായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ 4 ഭാഗമായിട്ട് പിൻ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തുള്ള ക്ലോത്ത് ആ ഒരു ബോഡി പാർട്ടിലേക്ക് വേണേ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കറക്റ്റായിട്ടായിരിക്കും പ്ലീറ്റ് വരിക. ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ക്ലോത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഈ സ്ട്രാപ്പുള്ള ഫ്രോക്ക്. നമ്മളെടുത്തുള്ള വെട്ട് കഷ്ണം കൊണ്ടും എല്ലാം ഈ ഫ്രോക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഇതാ ബാക്കിൽ ബോയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോക്കും കൂടിയാണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് ഇട്ടാൽ നല്ല ഭംഗിയും ഉണ്ടായിരിക്കും. അധികം പണിയും ഇല്ലാത്ത ഫ്രോക്കാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.